പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും ഉണ്ടല്ലോ, കർത്താവ് നമ്മളെ അതിശയിപ്പിക്കും. ഞങ്ങളുടെ കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപ്പോലീത്ത, പുതിയ KCVC പ്രസിഡന്റ്, മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ്, KRLCC പ്രസിഡന്റ് അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് എപ്പോഴും ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. വൈദികരോടും കോഴിക്കോട് അതിരൂപതയിലെ ജനത്തോടും, വിസ്മയിപ്പിക്കുന്ന ദൈവമാണ്, വിസ്മയങ്ങളുടെ ദൈവമാണ്, അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുന്ന ദൈവമാണെന്ന്. അവിടത്തോട് ചേർന്ന് നിന്ന അവിടുന്ന് അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ അതിശയിപ്പിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ അതിൻ്റെ വലിയ ജീവിക്കുന്ന സാക്ഷ്യമാണ്. ഇതുപോലെ എനിക്കും തോന്നാറുണ്ട്, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. നമ്മൾ യോഗ്യതകളെക്കാളേറെ നമ്മളെ അതിശയിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. വചനമുണ്ട്, സങ്കീർത്തനം 8:4, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്, അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രൻ എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവൻ ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി. എന്ത് മേന്മ നമുക്കുണ്ട്? ഒരു മേന്മയില്ല. നമ്മൾ വിശുദ്ധരാണോ? നമ്മൾ നന്മ നിറഞ്ഞവരാണോ? അല്ല. എന്നിട്ടും എല്ലാ സൃഷ്ടികൾക്കും മുകളിലും മനുഷ്യരായ നമുക്ക് അധികാരം നൽകി. ഇപ്പോഴും എന്നെയും നിന്നെയും ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിൽ എന്ന് വേണ്ട വലിയ കാര്യങ്ങളിലും കർത്താവ് ഇങ്ങനെ പരിഗണിച്ച് കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ അപകടങ്ങളിൽ നിന്ന് കാക്കുന്നുണ്ട്. ശാരീരികമായ കരുത്ത് നൽകുന്നുണ്ട്, മാനസികമായ ബലം നൽകുന്നുണ്ട്, സമ്പത്ത് നൽകുന്നുണ്ട്, അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. സങ്കടങ്ങളും വേദനകളും വിഷമതകളും ഉണ്ടെങ്കിലും അതിൽ നിന്ന് കർത്താവ് കൈപിടിച്ചുയർത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുക. നമുക്ക് എന്ത് മേന്മയാണുള്ളത്? എന്നിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാറ്റിനും കർത്താവിന് നന്ദി പറയണം. ഉള്ളുകൊണ്ട് പറയണം, കർത്താവ് എൻ്റെ അയോഗ്യതകൾ പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. എന്നെ കരുതുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.